ഇത്തവണ ബിഗ് ബോസ് എത്തുക 2 പാർട്ടായി. നിങ്ങൾ ഞെട്ടിയോ? അതെ, അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത്തരമൊരു ശൈലിയിലാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2 പാർട്ടുകളായിട്ടാണ് പുതിയ ബിഗ് ബോസ് സീസൺ 7 അണിയിച്ചൊരുക്കുന്നത്. അതിൻ്റെ കാരണം പലപ്പോഴും ബിഗ് ബോസിൻ്റെ എതിരെ ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്, സേഫ് ഗെയിം കളിക്കുന്നവർ ആരും അറിയാതെ ഒന്നിലും ഇടപെടാതെ ഒരു സൈഡിലൂടെ ഒതുങ്ങിപ്പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഒന്നും സംസാരിക്കാതെ നല്ല പിള്ള ചമഞ്ഞ്, നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നന്മമരം കളിച്ച് അങ്ങനെ പോകുന്നൊരു ശൈലി ഉണ്ടായിരുന്നു. ഇത്തരക്കാർക്ക് പലപ്പോഴും പകുതിയിലധികം 100 ദിവസം വരെയൊക്കെ നിന്ന മത്സരാർത്ഥികൾ ഇത്തരത്തിലുണ്ട്. നമുക്ക് അവരുടെ പേരെടുത്ത് നമ്മൾ പറയുന്നത് ശരിയല്ല, പക്ഷേ എങ്കിൽ പോലും എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസണിൽ പോലും ഒരു രീതിയിലും ഗെയിമിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ തന്നെ 100 ദിവസത്തോളം മത്സരത്തിൽ തുടർന്ന മത്സരാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിമർശനം സമൂഹ മാധ്യമത്തിൽ ഇത്തരക്കാർക്കെതിരെ ഉയർന്നിരുന്നു. ഇവരെ സംരക്ഷിച്ചു പോരുന്ന ഒരു നിലപാട് സ്വാഭാവികമായും ബിഗ് ബോസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പലപ്പോഴും വോട്ടും അതിനൊരു കാരണമാണ്. ഇപ്പോൾ മുൻ സീസണുകളിൽ ചില മത്സരാർത്ഥികൾ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ കുടുംബ പ്രേക്ഷകർ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അവർ ആ ഒരു ക്യൂട്ട്നെസ് മുതലാക്കി പലപ്പോഴും മുന്നോട്ട് പോകുന്നൊരു ശൈലി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ പുറത്താക്കുക എന്നത് ബിഗ് ബോസിന് അനിവാര്യമായിരിക്കുകയായിരുന്നു. അത് വിമർശനങ്ങളിലൂടെയും ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന റിവ്യൂകളിലൂടെയും ഒക്കെ എല്ലാവരും ഉയർത്തുന്ന ഒരു ആരോപണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ 2 സെക്ഷനായിട്ടാവും ബിഗ് ബോസ് ആരംഭിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 30 ദിവസം എന്ന് പറയുമ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ സേഫ് ഗെയിം കളിക്കുന്നവർ, ഗെയിമിൽ ഇടപെടാതെ പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനും നൽകാതെ നിലനിന്ന് പോകുന്ന ഇത്തരം ആൾക്കാരെ 30 ദിവസത്തിനുള്ളിൽ അവർ പുറത്താക്കും. ഇത് ബിഗ് ബോസിൻ്റെ ഇപ്പോൾ തന്നെ ബിഗ് ബോസ് പ്രവർത്തകരുമായിട്ട് ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ ആർമി, അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ, അവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗെയിം കളിക്കാതെ, ഗെയിമിൽ ഇടപെടാതെ നിൽക്കുന്നവരെ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ബിഗ് ബോസ് തന്നെ ഇടപെട്ട് പുറത്താക്കും. ഇവർക്ക് പിന്നീട് തുടർന്നു പോകാൻ കഴിയില്ല. പലപ്പോഴും മുൻകാലങ്ങളിൽ അനുവർത്തിച്ച് പോന്നിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഗെയിമിൽ ഇടപെടാതെ മുന്നോട്ട് പോവുക, അങ്ങനെ മാക്സിമം ദിവസം പിടിച്ചു നിൽക്കുക, പിന്നീട് ബിഗ് ബോസിലൂടെ ലഭിക്കുന്ന ഒരു ഫെയിം ഉപയോഗപ്പെടുത്തുക. ഇത് മാത്രമായിരുന്നു പലരുടെയും ഒരു ഉന്നമെന്ന് പറയുന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിലായിരിക്കും ചിത്രം തെളിയുക. 30 ദിവസത്തിന് ശേഷമാകും യഥാർത്ഥ ഗെയിം ആരംഭിക്കുന്നത് തന്നെ ബിഗ് ബോസിൽ. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ആദ്യം തന്നെ കളിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കളിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നേരത്തെയൊക്കെ ഒരു നോമിനേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഒറ്റ നോമിനേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും എവിക്ഷൻ ലിസ്റ്റിൽ വരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഇത്തവണ ഒരു നോമിനേഷൻ കിട്ടിയ ഒരാളെ പോലും അവർ എവിക്ഷനിലിടും. വോട്ട് പോലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വോട്ട് കുറവാണ്, അല്ലെങ്കിൽ ഇവരുടെ വോട്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു തോത് കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ആ എവിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരെ പുറത്താക്കും. ഈ ഒരു ശൈലിയിലൂടെ ആയിരിക്കും ഇത്തവണ ബിഗ് ബോസിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രയാണം. അതുകൊണ്ട് തന്നെ 30 ദിവസത്തിനുള്ളിൽ മത്സരാർത്ഥികൾ ആരൊക്കെയാവും സ്ട്രോങ് മത്സരാർത്ഥികൾ എന്ന് ഒരു നിശ്ചയം ഏകദേശം ഉണ്ടാകും. പിന്നീട് ഈ വളരെ സേഫായിട്ട് കളിച്ചു പോകുന്ന ആൾക്കാരെ ആദ്യത്തെ ഈ ദിവസങ്ങൾക്കുള്ളിൽ പുറത്താക്കിയതിന് ശേഷം, അതിനുശേഷമായിരിക്കും യഥാർത്ഥ മത്സരം തുടങ്ങുന്നത്. ഒരുപക്ഷെ ഓണത്തോടു കൂടി തന്നെ ചിത്രം തെളിയും. ആരൊക്കെയാവും ഫൈനലുണ്ടാവുക. കടുത്ത മത്സരമായിരിക്കും. ഈ ആദ്യ നാളുകളിൽ തന്നെ മത്സരാർത്ഥികൾ നേരിടേണ്ടി വരുന്ന വലിയ വലിയ വെല്ലുവിളികളായിരിക്കും. ഇവർക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെടാതെ, ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമാകുന്നൊരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാവുക. അപ്പോൾ ഈ ഓണം എപ്പിസോഡോട് കൂടി തന്നെ ഇവർ വളരെ വീക്കാണെന്ന് തോന്നുന്ന മത്സരത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നില്ല എന്ന് തോന്നുന്ന മത്സരാർത്ഥികളെ അവർ പുറത്താക്കും. പിന്നീടായിരിക്കും ഗെയിം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ 2 പാർട്ടാവും ബിഗ് ബോസ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് നിരവധി യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ബിഗ് ബോസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന അണിയറ പ്രവർത്തകരിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. അതാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു സെക്ഷന് ശേഷം ശരിക്കുമുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരം ആരംഭിക്കും. ആ മത്സരത്തിൽ നിന്ന് വളരെ ശ്രമപ്പെട്ട്, അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയായിരിക്കും, അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കില്ല. പലപ്പോഴും പല മത്സരാർത്ഥികളും തങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്
പല പല ശീലങ്ങളും, അതായത് ഇന്നോളം കണ്ടിട്ടുള്ള ഇന്നോളം വന്നിട്ടുള്ള ഒരു സീസണുകളെ അതിലനുകരിച്ച് പല സേഫായിട്ടുള്ള ഗെയിമൊക്കെ കളിച്ച് മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ അവർക്ക് പണി കിട്ടും. പണിയെന്ന് പറഞ്ഞാൽ മുട്ടൻ പണിയായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തവണ ബുദ്ധി കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തല പ്രവർത്തിച്ച് മാത്രം ഒരാൾക്കും ഒരു രീതിയിലും 100 ദിവസം എത്താൻ പറ്റില്ല. കായികമായിട്ടും വളരെ ശ്രമപ്പെടുന്നൊരു മത്സരങ്ങളായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടാവുക. ഒരു ഘട്ടത്തിൽ നമുക്ക് അറിയാം, പലപ്പോഴും പല മത്സരാർത്ഥികളും അവർ എന്താ പറയുക, മെയ് അനങ്ങി പണിയെടുക്കാതെ കപ്പ് നേടുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ കൈക്കരുത്ത് മാത്രം കാണിച്ച് കപ്പ് നേടുന്നൊരു വിഭാഗം. ഈ 2 തരമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും. ഒരേപോലെ ശരീരവും ബുദ്ധിയും പ്രവർത്തിക്കണം, അല്ലാതെ നിങ്ങൾക്കൊരിക്കലും ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ കഴിയില്ല. കഴിഞ്ഞ സീസണുകളിലെ ഫൈനലിസ്റ്റുകളെക്കുറിച്ച് ഇപ്പോഴും സമൂഹ മാധ്യമത്തിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ആൾക്കാരെ എന്തിനു വേണ്ടി വിജയിപ്പിച്ചു? കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ മുൻപ് പങ്കെടുത്ത ഒരു മത്സരാർത്ഥി പറഞ്ഞത്, കഴിഞ്ഞ സീസൺ ഫൈനലിൽ ഒരിക്കലും ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ അതിൻ്റെ വിജയത്തിൽ അവർ സന്തോഷവാന്മാരായിരുന്നില്ല എന്നാണ്. കാരണം അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. പലപ്പോഴും ഈ വോട്ടൊക്കെ ഒരു ഘടകമാണ്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മത്സരത്തിൽ ഈ രീതിയിലൊന്നും ആയിരിക്കില്ല. അവർക്ക് അവരുടേതായ ഒരു പ്ലാൻ ഉണ്ടാകും. പിന്നെ ആ പ്ലാൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാത്ത, ഒരു തരത്തിലും മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് അവർക്ക് തോന്നാത്ത ഒരു മത്സരാർത്ഥിയെയും അവർ നിലനിർത്തില്ല. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ചിത്രം തെളിയും. പിന്നീടായിരിക്കും യഥാർത്ഥ മത്സരം ആരംഭിക്കുന്നത്. അങ്ങനെ മത്സരിച്ച് കഷ്ടപ്പെട്ട് പണിപ്പെട്ട് വിയർപ്പൊഴുക്കി മാത്രമേ ഇനി ഇത്തവണ ബിഗ് ബോസ് സീസൺ 7-ൽ ഒരാൾക്ക് വിജയത്തിലെത്താൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതാകും, മികവുറ്റതാകും, എല്ലാ മത്സരാർത്ഥികൾക്കും ഒരുപോലെ ചലഞ്ചിങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.